രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഒരു വാക്യം വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സഭാപ്രസംഗികളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചാൽ ഉചിതമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. സഭാപ്രസംഗി 8-5 വായിച്ചു. എടുത്ത് വായി, മൈക്കിൽ കൂടെ വായിക്കും. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ ജനത്തെ കടാക്ഷിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. പ്രിയ പുത്രനെ ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമീൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം. സഭാപ്രസംഗികളുടെ പുസ്തകം തലേ തുണി കിട്ടും പെട്ടെന്ന്. 8-5 വായില്ല. സഭാപ്രസംഗി 8-5. കൽപ്പന പ്രമാണിക്കുന്നവന് രാത്രിയിലെ അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. സഭാപ്രസംഗികളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി ഇതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഏറ്റവും വലിയ കൽപ്പന തമ്മിൽ സ്നേഹിക്കണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ കൽപ്പന. അത് നമ്മൾ പാലിക്കുന്നുമില്ല. എല്ലാവരും വെള്ളത്തിൽ ചാടാനിരിക്കുക. ആരെങ്കിലും കണ്ടാണ് സ്നാനപ്പെട്ടായിരുന്നു. അത് തെറ്റാന്നല്ല, സ്നാനം അത്യാവശ്യമാ. ഏറ്റവും വലിയ കൽപ്പന തമ്മിൽ സ്നേഹിക്കണം. എഴുത്തുകാരോട് മിണ്ടുകയില്ല. സ്നാനപ്പെടുത്താൻ പോവാ കോഴഞ്ചേരിക്ക്. നിങ്ങൾ തുറച്ചു നോക്കുമൊന്നും വേണ്ട. സ്വന്തം സഹോദരങ്ങളോട് മിണ്ടുകയില്ല. ആന്ധ്രായ്ക്ക് പോവുക ആത്മാക്കളെ നേടാൻ. തൊട്ടപ്പുറ സഹോദരനുണ്ട്, അവരോട് മിണ്ടുകയില്ല. തീവണ്ടി കയറി ഈ ചൂടും പിടിച്ചു പോകേണ്ട വല്ല കാര്യമുണ്ടോ? ആന്ധ്രായ്ക്ക് പോകുന്നതിന് ഞാൻ എതിരാന്നല്ല. അപ്പനോടും അമ്മയോടും മിണ്ടുകയില്ല. കുഞ്ഞുങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, സഭകൾക്കെല്ലാം പലവിധ ഉപദേശങ്ങളാണ്. ക്രൈസ്തവർക്ക്, കത്തോലിക്കർക്ക് ഒരു ഉപദേശം, യാക്കോബക്കാർക്ക് ഒരു ഉപദേശം, ഓർത്തഡോക്സുകാർക്ക് ഒരു ഉപദേശം, ഒരു ഉപദേശം, പെന്തിക്കോസുകാർക്ക് ഒരു ഉപദേശം, CSIക്ക് ഒരു ഉപദേശം, CMS വേറൊരു ഉപദേശം, സാൽവേഷൻ ആർമി, അങ്ങനെ ഇവാഞ്ചലിക്കല് എല്ലാവർക്കും ഓരോരോ ഉപദേശങ്ങളാണ് സഭയുടെ. പെന്തിക്കോസിൽ തന്നെ പല ഉപദേശങ്ങളുള്ളവരും ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇവർക്ക് പലവിധ ഉപദേശമാണെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ ഒറ്റ ഉപദേശമാണ്. പണത്തിന്റെ കാര്യത്തിൽ വേണ്ടുന്നില്ലാരും ഒറ്റ അതിലവർക്ക് ഐക്യതയുണ്ടെന്ന് പറഞ്ഞു. ദൈവസ്തംഭം മഹാചര്യം അതെ. ഏറ്റവും വലിയ കൽപ്പന യേശു പഠിപ്പിച്ചത് നിങ്ങൾ തമ്മിൽ പുതിയ കൽപ്പനയാണ്. അല്ല, അതിനകത്ത് എല്ലാം അടങ്ങും. യേശുക്രിസ്തുവിനെ അക്ഷയമായി ഉണ്മയോടെ സ്നേഹിച്ചാൽ യേശു പറഞ്ഞതെല്ലാം അനുസരിക്കും. നമ്മള് കർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാ പരമാർത്ഥം. അല്ലേ? മിണ്ടുന്നില്ല. ഉദാഹരണം ആ ഉടക്കുണ്ടാക്കാനല്ല.
ഭാര്യ ഭർത്താവിനെ നന്നായി സ്നേഹിക്കുന്നു എങ്കിൽ ആ ഭർത്താവ് പറയുന്നത് അനുസരിക്കണമെന്നല്ല, നന്നായിട്ട് പറ. പിന്നെ കേട്ടാ ചിലപ്പോൾ ഊതിയിരുന്നല്ലോ, അനുസരിക്കും. ഇനി ദൈവമക്കൾക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥ കർത്താവിൽ ഉചിതമാകും വണ്ണം. വേദപുസ്തകത്തിൽ നിരക്കാത്ത കാര്യം പറഞ്ഞാൽ യോജിക്കണ്ട, ഉണക്കൊന്നും ഉണ്ടാക്കണ്ട. വേദപുസ്തകത്തിൽ നിരക്കുന്ന, ദൈവപ്രമാണത്തിന് നിരക്കുന്ന കാര്യം പറഞ്ഞാൽ അനുസരിക്കും. അതെന്താ? സ്നേഹിക്കുന്നത് കൊണ്ട്. ഉദാഹരണമാണ്, കർത്താവിനെ ഉണ്മയോടെ സ്നേഹിക്കുന്ന ദൈവമക്കൾ, പ്രിയപ്പെട്ടവർ, കർത്താവ് പറഞ്ഞതെല്ലാം അനുസരിക്കണം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ കൽപ്പന സ്നേഹമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുമൊന്നും വേണ്ട, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഞാനും നിങ്ങളും എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത്? എനിക്കറിയത്തില്ല. നിങ്ങളെ പഠിപ്പിക്കുമെന്നും വേണ്ട, നിങ്ങൾ ഇതെല്ലാം പഠിച്ച് സർട്ടിഫിക്കറ്റ് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ ഈ സന്ധ്യക്ക് ഈ മുറ്റത്ത് വന്ന് കുത്തിയിരിക്കുന്നല്ലോ, വലിയ കാര്യം. നേരെ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നാം എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? ഇന്ന് വലിയ ഉണർവൊന്നും നടക്കുകയല്ല, പ്രത്യക്ഷത്തിൽ നടക്കുകയും വേണ്ട. എന്നും നമുക്ക് ചാട്ടമല്ലയോ. ഇന്ന് അടങ്ങിയിരുന്ന് ചില കാര്യം കേട്ടോ. അവര് ഗായക സംഘത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒക്കുകയാണെങ്കിൽ നമുക്ക് ഒടുവിൽ ഒരു പാട്ട് പാടി അതിന്റെ പരുവം പോലെ ചെയ്യാം. അല്ലേ പണ്ടൊരാൾ പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ ഇന്നിങ്ങനെ പോട്ടെ. കാണുന്ന ഗോതനെ സ്നേഹിക്കാത്ത ആരും കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നില്ല. വെറുതെ പറ. നമ്മള് സ്നേഹത്തെ പറ്റി പാട്ടൊക്കെ പാടും, സ്നേഹത്തെ പറ്റി പ്രബന്ധം അവതരിപ്പിക്കും, സ്നേഹത്തെ പറ്റി നന്നായിട്ട് പ്രസംഗിക്കും ഞാൻ സഹിതം. എന്താണ് സ്നേഹം? സ്നേഹത്തിന്റെ നിർവചനം, സ്നേഹത്തിന്റെ മൂലഭാഷ, അതിനെ എത്ര പിരിവായിട്ട് നമുക്ക് പിരിക്കാം, എങ്ങനെയൊക്കെ സ്നേഹം, ഇതെല്ലാം നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നല്ല കാര്യം. പക്ഷെ സ്നേഹിക്കുന്നില്ല. എന്നോട് കാവാലത്തൊരിക്കൽ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരിക്കൽ ഞാൻ കടത്ത് കയറാനായിട്ട് ചെന്നപ്പം പുള്ളി രക്ഷിക്കപ്പെട്ട വന്നയാളാ. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാ. ഒരു ഈഴവ കുടുംബത്തിൽ നിന്ന് അദ്ദേഹം ഈ മാർഗത്തിൽ വന്നു. അപ്പൊ അദ്ദേഹം ചർച്ച ചെല്ലുമ്പോൾ അവിടെ ചിലരെ അദ്ദേഹത്തോട് വല്ലാത്ത രീതിയിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടല്ലോ ചിലർക്ക്. നാട്ടിലെ പഴയ ഭാഷയെ പറഞ്ഞ വ്യക്തിഗതമുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഇച്ചിരി കൂടിയതാ, പുള്ളി ഇച്ചിരി കുറഞ്ഞതാ. അദ്ദേഹം ഒരു ഈഴവ പശ്ചാത്തലത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നതാ. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങളൊക്കെ കണ്ട് പുള്ളി ഞാൻ കടത്ത് കയറാൻ നിന്നപ്പം ഓടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഓ സ്തോത്രം തന്നു, ഞാനൊരു കാര്യം പറയാൻ പോവാ, നമുക്ക് 13-ാം അധ്യായം കീറിക്കളഞ്ഞാലോ? ഞാൻ ചെയ്ത് 13-ാം അധ്യായം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 13. ഞാൻ ചോദിച്ചാൽ അതിനെ ഇപ്പൊ രാവിലെ 8:30 അങ്ങനെ ഒരു തോന്നല്, അല്ല 8:30 തോന്നിയതല്ല, കുറച്ച് നാളായിട്ട് തോന്നിയതാ. ഞാൻ ചോദിച്ച കാരണം പറ. അല്ല, സ്നേഹം എല്ലാം ക്ഷമിക്കും, എല്ലാം പൊറുക്കും, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല എന്നൊക്കെ അല്ലയോ? ഞാൻ പറഞ്ഞ അങ്ങനെ അല്ല, അത് കാണുന്നില്ല. പിന്നെ നമ്മൾ ഈ അധ്യായം എടുത്തുകൊണ്ട് നടന്നിട്ട് വലിയ കാര്യവും കീറിക്കളയാന്ന്. ഞാൻ പറഞ്ഞു, കീറണ, നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ആ വിധത്തിൽ ഇതുവരെ ആകുന്നില്ലെങ്കിൽ ദൈവം കീറട്ടെ. അധ്യായമെങ്കിൽ അധ്യായം, അവരെ നമ്മൾ കീറാനൊന്നും പോകണ്ട.
നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിതാ നൽകുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്നപ്പോ. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്ന പോ, നിങ്ങളെ ഞാൻ എന്ന പോ. ഞാനോ നല്ലൊരു മുന്തിരി, നിങ്ങളതിലെ ശാഖകൾ. ഞാനോ നല്ലൊരു മുന്തിരി, നിങ്ങളതിലെ ശാഖകൾ. സ്വർഗതാനനുവേദിയൊരുക്ക മണ്ണിൽ നിങ്ങൾ ദീപങ്ങൾ, മണ്ണിൽ നിങ്ങൾ ദീപങ്ങൾ. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിതാ നൽകുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്ന പോൽ, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. നിങ്ങളെ ഞാൻ എന്ന പോ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ദൈവമൈതലാണെന്നുള്ളതിന് പ്രധാനപ്പെട്ട തെളിവിതാ. തമ്മിൽ തമ്മിൽ സ്നേഹിക്കും. കുടുംബത്തിലുള്ളവരെ, അയലത്തുള്ളവരെ, സമൂഹത്തെ, ചുറ്റുപാടുള്ളവരെ, സഹവിശ്വാസികളെ, അത് ആരുമായിക്കോട്ടെ, മനുഷ്യരെ മാത്രമല്ല, പ്രകൃതിയെ, ജീവജാലങ്ങളെയല്ല ആരെ ഉപദ്രവിക്കരുത്. ചുമ്മാ പോകുന്ന പട്ടിയെ കാലെടുത്തെറിയുന്ന ആൾക്കാരുണ്ട്. അത് അതിലേ പോവില്ലേ? അതുകൊണ്ട് നിന്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ പട്ടി അത് രണ്ട് കാലും കൂട്ടി വെച്ചോണ്ടാ ബൈക്ക് ഓടിക്കുന്നത്. കണ്ടിട്ടില്ലേ? ശീർഷാസനത്തിൽ പോകുമ്പോല്ല ബൈക്ക്. നമ്മുടെ ഒരു അച്ചായനുണ്ടായിരുന്നു, ഈ അരമതിലാണ് ഇങ്ങനെ കെട്ടുന്നത്. അരമതിൽ വലിയ വീടാ, ഇങ്ങനെ വന്നിട്ട് അരമതിൽ, പിന്നെ ഇങ്ങനെ അരമതിൽ ഇങ്ങനെ വരുന്നിടത്ത് ചെടിച്ചെടിയാക്കി വെക്കും. ഇതൊക്കെ ബോധ്യപ്പെട്ട് കാണും. ഒരിക്കലെ പശുവിനെ അവിടെ കെട്ടിയച്ച് പുള്ളി ചാണകം ഇടുക, ചേനയ്ക്കും ചേമ്പനുമല്ല. അങ്ങോട്ട് പോകുമ്പോൾ പശു കൊണ്ട് ഒരടി അടിക്കും. ചുമ്മാ അടിക്കുന്ന ഒരു കാര്യമുള്ളതല്ല. ചാണകം ഇട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും ഒരടി. പുള്ളിക്കൊരു രസം. കുറെ കഴിഞ്ഞപ്പോ പശുവിനെ സൈഡ് എടുത്തൊരു ചാട്ടം മതില് മുഴുവൻ പടന്നു പോയി. എത്ര 1000 രൂപ മുടക്കിയാ പിന്നെ മതില്? വല്ല കാര്യമുള്ള കാര്യമാണോ? ഈ പ്രകൃതിയെ സ്നേഹിക്കണം, വേണ്ടേ? പ്രകൃതിയോട്ട് ദോഷമൊന്നും ചെയ്യരുത്. പ്രകൃതിയെ സ്നേഹിക്കണം, ജീവജാലങ്ങളെ സ്നേഹിക്കണം, വിശേഷിച്ച് മനുഷ്യരെ സ്നേഹിക്കണം. എല്ലാത്തിനുപരി ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർ ഇതെല്ലാം ചെയ്യുമല്ലോ. ഇതൊന്നും ചെയ്യാതെ ദൈവത്തെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ വെറുതെ പറയാ. സ്തോത്രം. എന്നാണോ എല്ലാവരും സുനാമി വന്നതിന്റെ പിറ്റേ ദിവസം ഇരിക്കുമ്പോൾ ഇരിക്കുന്നത്? അതിപ്പോ എന്നാ ചെയ്യുന്നു? സുനാമി വന്നപ്പോ എല്ലാം അടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ അവിടെ കുത്തിയിരുന്നത് പോലെ എല്ലാവരും ഇരിക്കുന്നു. വാസ്തവമായ ദൈവസ്നേഹം നമ്മുടെ അകത്ത് വ്യാപരിക്കണം. ഈ ദൈവസ്നേഹത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം. എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടും, എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കും. അതാ ദൈവസ്നേഹം. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ കടമെടുക്കുക, എന്റേതല്ല. അദ്ദേഹം പറഞ്ഞു, വാസ്തവമായ ദൈവസ്നേഹം ആരുടെയും കയ്യിലില്ല. പിന്നെ സ്നേഹം പോലെയുള്ളൊരു സാധനം എല്ലാവരുടെയും കയ്യിൽ ഉണ്ട്. അതുമായിട്ടായി വേറെ പുസ്തകമായി നെടുക്കാൻ നടക്കുന്നത് എല്ലാവരുടെയും കയ്യിലൊക്കെ തന്നെ. ശരിയായ ദൈവസ്നേഹം ഇല്ല.
ഇല്ല, നിങ്ങൾ എന്നെ തുറച്ചു നോക്കുവൊന്നും വേണ്ട. ശൂന്യങ്കാരി പറഞ്ഞ പോലെ എനിക്ക് ഇരുനിറം പറ്റിരിക്കാനും വെയിൽ കൊണ്ട് കടത്തിരിക്കാനും നിങ്ങൾ എന്നെ തുറച്ചൊന്നും നോക്കണ്ട, സ്പർദ്ധിച്ച് നോക്കണ്ട. കൊടുമുടികളേറിയ പർവ്വതങ്ങളിൽ നിങ്ങൾ എന്നെ സ്പർദ്ധിച്ച് നോക്കണ്ട. ഞാൻ ഒന്നാം പ്രതിജ്ഞാന നമ്മുടെ അകത്ത് വാസ്തവമായ ദൈവസ്നേഹം ഇല്ല. ഇപ്പൊ ഞാൻ സ്നേഹത്തെ പറ്റി ഒരു പാട്ട് പാടിയാൽ നിങ്ങളെല്ലാം എന്റെ കൂടെ ഹൈ പിച്ച് പാടും. ഞങ്ങളും പാട്ട് പാടുന്നവരാ. പാട്ട് പാടുന്നെന്ന് അവകാശപ്പെടുന്നില്ല, പാടുകല്ല പറയുക. ഒരു തള്ളയൊക്കെ ചോദിച്ചു, നിങ്ങൾ രണ്ടുകൂടെ കടന്ന് കാറുന്ന എന്തിനാണ്? പാടുന്നെന്നല്ല അവർ പറഞ്ഞു. നിങ്ങൾ രണ്ടുകൂടെ കടന്ന് അതാ ശരി കാറുക, പാടുന്നെന്ന് ഞാൻ പറയുന്നില്ല. അവര് നന്നായിട്ട് പാടും ഇതൊക്കെ വെച്ച്. അപ്പൊ നമ്മളെല്ലാം നല്ല പാട്ടൊക്കെ പാടുന്നവരാ. ഗായക സംഘം ഒത്തിരി ഉണ്ടല്ലോ, ട്രൂപ്പുകൾ ഒത്തിരി ഉണ്ട്. പിന്നെ ഇപ്പൊ ഇഷ്ടം പോലുണ്ട്. യോഗ്യമായിട്ട് ചിലര് വസ്ത്രം പോലും ധരിക്കാതെ വന്ന് പാടുന്ന, അത് കാണാൻ തന്നെ ആൾക്കാരും. പിന്നെ നിങ്ങളെ ചില വിവാഹ ശുശ്രൂഷയ്ക്കും ശവസംസ്കാരത്തിന് പിന്നെ അത്ര ഇല്ല, ചില തപ്പിലും തുണിയിടാതല്ലേ ചില പെൺകുട്ടികൾ പാടുന്നേ. ഭയങ്കര പാട്ടാന്നാ പറഞ്ഞത്. എന്തോ പാട്ട്? നിങ്ങളാരും ഈ ഏരിയയിലൊന്നും കല്യാണം നടന്നിട്ടില്ലായിരിക്കും. ആയില്ലോ, എല്ലാവരും ഓട്ടോയിൽ പോവാ. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല ഭാഗമൊന്നും. നമ്മുടെ അകത്ത് ശരിയായ ദൈവസ്നേഹം ഉണ്ടാകണം. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാസ്തവമായ ദൈവസ്നേഹം ഇല്ല. പിന്നെ സ്നേഹം പോലെയുള്ളൊരു സാധനമാണ് എന്റെ നിങ്ങളുടെ കയ്യില് ഉള്ളത്. അതുമായിട്ടാണ് നമ്മൾ ഈ നെടുക നടക്കുന്നത്, അതുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതുമായിട്ടാണ് എന്നെ തിരിച്ചു പോകുന്നത്. ഞായറാഴ്ച അതുമായിട്ടാണ് ഹോളിലോട്ട് വന്ന് കയറുന്നത്. കീരി വന്ന് കയറും പോലെ കയറുകയല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ കീരി ഓടിച്ചെന്ന് കയറുന്നേ? കണ്ടിട്ടില്ലേ കീരി പോകുന്നേ? ഇപ്പൊ പെട്ടെന്നില്ലേ ഇന്ന് ആ ഞായറാഴ്ച 10 ചാടി അകത്തോട്ട് കയറി. അല്ല, അകത്തും കീരിയും പാമ്പും ആണല്ലോ, സഭയ്ക്കകത്തും. പിന്നെ പാസ് 10 പണം വിരിക്കും, 11 സെക്രട്ടറി. കീരി പാമ്പുവാ മിക്കടത്തും. കടിച്ചു തിന്നാൻ നിൽക്കുക. സ്തോത്രം. അപ്പൊ നമ്മുടെ എല്ലാം കയ്യിൽ ദൈവസ്നേഹമല്ല, സ്നേഹം പോലൊരു സാധനം. അപ്പം അദ്ദേഹം അതിന് കൊടുത്ത പേര്, അതിന്റെ പേരാണ് ഇഷ്ടം. ഇഷ്ടം എന്റെതല്ലേ, പുള്ളി പറഞ്ഞത് കടമെടുക്കുക. ഇഷ്ടം അത് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതിന്റെ പ്രകൃതമായി ഞാൻ പറഞ്ഞത്, എന്നോട് ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടം, നിങ്ങളോട് ഇഷ്ടമാണേ നിങ്ങൾക്കും ഇഷ്ടം. അതില്ലേ ചെല്ല് പറയുന്നത് കേട്ടിട്ടില്ലയോ? ഓ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനും ഇഷ്ടപ്പെടും. എന്നോട് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചെല്ലു പറയുന്നില്ല, പൊന്നുമോനാണ് ഞാൻ. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ അകത്തൊന്നും ദൈവസ്നേഹമില്ല. നമ്മുടെ കയ്യിലുള്ളതല്ല ഇഷ്ടമാണ്. എന്നാൽ ദൈവസ്നേഹത്തിന്റെ വിശേഷത, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടും, എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കും. അതാ ദൈവസ്നേഹം. തെളിവ്, ഒരു കാലത്ത് എനിക്ക് നിങ്ങൾക്ക് ഈ മാർഗം ഇഷ്ടമല്ലായിരുന്നു. സുവിശേഷം കേട്ടപ്പോൾ ലഘുലേഖയായിട്ട് വന്നപ്പോൾ, വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ നമ്മൾ ആട്ടി ഓടിച്ചതാ. എല്ലാരും അല്ലേ ചിലര് അല്ലേ? 2 സഹോദരിമാര് വീട്ടിൽ വന്നാ എന്നാ ഞങ്ങളിങ്ങനെ വേണ്ട പോയില്ല, ചൂടുവെള്ളം പോലും ഒടിക്കും, അങ്ങനൊക്കെ പറഞ്ഞവരുണ്ട്. ചിലടത്ത് ചിലപ്പോൾ ആൾക്കാരെ കൂട്ടി വരരുത്, അതായത് മതം മാറ്റാൻ വന്നിരിക്കുന്ന ഇവരെ വെറുതെ വിടരുത്, അങ്ങനൊക്കെ പറയുന്നവരുണ്ട്. ഇഷ്ടമല്ല, നമ്മളെ ആക്ഷേപിച്ചു, നിന്ദിച്ചു, പരിഹസിച്ചു. സുവിശേഷത്തിന്റെ ദൂത് കേട്ടപ്പോൾ, ലഘുലേഖയായിട്ട് വന്നപ്പോൾ, പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചപ്പോൾ, യേശുവിനെ പറ്റി പറയാൻ വന്നപ്പോൾ നമ്മൾ അവരെ ആട്ടി പുറത്താക്കി. അവരെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ യേശുവിനെ പുറത്താക്കുക. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് പോയി. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് നമ്മള് ഇത് പുറംകാല് കൊണ്ട് തട്ടി നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ പോയപ്പോൾ, പോയവൻ അതിലെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് യേശു പിന്മാറിയില്ല. ഞാൻ നിങ്ങൾ പോയ വഴിയെ നമ്മെ തേടിയെത്തി. അതാ ദൈവസ്നേഹം. നമുക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ പിന്നാലെ വന്നു.
നാം വേണ്ടാന്ന് പറഞ്ഞിട്ടും മടങ്ങി പോകാതെ നമ്മുടെ പിന്നാലെ നമ്മളെ തേടി വന്ന ദൈവസ്നേഹം. അതാ ദൈവസ്നേഹം. ദൈവ കുഞ്ഞാടെ നിൻ സ്നേഹരസം എന്നകമേ വഴിഞ്ഞോട ഉന്നതനെ സ്തുതി ചെയ്യുവാൻ മണ്ണിലന്മേലെയും തീർത്തിടുവാൻ എന്നെയൊരുക്കണമേ. ആ മണ്ണിലന്മേലെയും തീർത്തിടുവാൻ എന്നെയൊരുക്കണമേ. ആമേ സ്നേഹമിതാശമേ ഓ അതിശയമേ ഓ അതിശയമേ. ചോണിതലേ ഞാനെങ്ങും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ചോണിതലേ ഞാനെങ്ങും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ദൈവത്തെ മഹത്വപ്പെടുത്തേ. അവൻ നാം ഇഷ്ടപ്പെടാതിരുന്നിട്ടും നാം വേണ്ടാന്ന് പറഞ്ഞിട്ടും നാം ഉപേക്ഷിച്ചിട്ടും നമ്മെ അവൻ സ്തോത്രം തേടി നമ്മളെ പിന്നാലെ വന്ന സ്നേഹം. അതാ ദൈവ സ്നേഹം. ഈ ദൈവ സ്നേഹം ഒരു വ്യക്തിയുടെ അകത്തുണ്ടെങ്കിൽ അറിയാം. ഒരു ഉദാഹരണം പറയാം. എല്ലാം പറയാൻ നേരവുമില്ല. നിങ്ങളുടെ നോട്ടം ഇതിപ്പം കണ്ടിട്ട് എല്ലാം പറയാൻ തോട്ടുമില്ല. ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ അകത്തുണ്ടെന്ന് എങ്ങനെ അറിയാം? ഒരു തെളിവ്, ഒരു വ്യക്തിയിൽ ദൈവസ്നേഹം വർദ്ധിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് കൊടുക്കണം 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 എന്നുള്ള ചിന്തയുണ്ടാകും. ചിന്തയല്ല, കൊടുക്കും. നമുക്ക് ദൈവസ്നേഹം വർദ്ധിച്ചു കഴിയുമ്പോൾ അവന്റെ കയ്യിരിക്കുന്ന എടുക്കണം 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 എന്നുള്ള ചിന്തയാണ്. എങ്ങനെയാണ് അടിച്ചു മാറ്റാം? അവന്റെ പോക്കറ്റ് ഇരിക്കുന്നത് എൻ്റെ പോക്കറ്റിൽ എങ്ങനെ വരും? ഇതാണ് നമ്മുടെ അകത്തുള്ള സ്നേഹം. എന്നാൽ ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ അകത്ത് വന്നാൽ എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചില വീടുകളിൽ ചെന്നാൽ അവിടെ ഇതിലൊന്നും കാണത്തില്ല, എന്നാലും അവരെന്തേലും ഒക്കെ അതാ ദൈവസ്നേഹമാണ്. ഞങ്ങളുടെ ഒരു വീട്ടില് ഞാൻ ചെന്നപ്പം ആ അമ്മച്ചിക്ക് കയ്യിൽ ഒന്നുമില്ല തരാൻ. പാലും ഒന്നുമില്ല ചായ തരാൻ. ഇപ്പോഴും ഓർക്കുന്നു. അമ്മ പെട്ടെന്ന് പഴയ ആൾക്കാർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകും. ബേക്കറി സാധനങ്ങളൊന്നുമില്ല, മറ്റൊന്നുമില്ല. അമ്മ അവിടെ ഇരുന്ന് ഇരിക്കാൻ പറഞ്ഞ ചകത്ത് ചെന്ന് കാപ്പി തിളപ്പിച്ചു. കാപ്പി പൊടി ഉണ്ടായിരുന്നു, അത് തിളപ്പിച്ചേച്ച് ആ വറകട്ടി എടുത്ത് അകത്ത് വെച്ച് ഒരു പിടി അരി അതിനകത്തിട്ട് വറുത്ത് വെച്ച് അത് കാപ്പിക്ക് അകത്ത് ഇട്ടു. അപ്പൊ ഇത് പൊങ്ങിക്കിടക്കുക. എന്നോട് പറഞ്ഞു വേറൊന്നുമില്ല. ഞാൻ സന്തോഷത്തോടെ വാങ്ങി. ചവയ്ക്കാനും ഉണ്ടായിരുന്നു, കുടിക്കാനും ഉണ്ടായിരുന്നു. ഭയങ്കര രുചിയായിരുന്നു. അമ്മയുടെ മനസ്സാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് മാർബിൾ കേക്ക്, ഇത് പ്ലം കേക്ക്, ഇത് ജിലേബി. ഇതിന്റെ മനസ്സ് നല്ലതല്ലെങ്കിലോ? ഇത് തരുമ്പോഴും കുരുക്ക് എന്തിച്ചാ തരുന്നത്? വന്ന് തിന്നാൻ വന്നേക്ക്. എല്ലാവരുടെ കാര്യമല്ല, പക്ഷെ അമ്മ നല്ല മനസ്സുകൊണ്ടാ തന്നെ, അതുകൊണ്ട് നല്ല രുചിയുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ, എൻ്റെ വല്യമ്മച്ചിയുടെ കൂടെ ഞാൻ കുഞ്ഞിലെ കേട്ടോ, രക്ഷിക്കപ്പെടുന്നതിനൊക്കെ മുമ്പാണ്. ഇപ്പോഴും ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ അവിടെ ഇരിക്കും, ഞാനതൊക്കെ ചെയ്തോളാം. ഇന്നത്തെ ദിവസം അടങ്ങിയിരിക്കണേ. അപ്പൊ ഞാന് എന്റെ വല്യമ്മച്ചിയായിട്ട് ആ വീട്ടിൽ ബന്ധമാണ്. ഇന്ന് അവിടെ ചെന്നപ്പം ഉച്ച സമയത്താണ് ചെന്നത്. എന്റെ വല്യമ്മച്ചിക്ക് ഭേദപ്പെട്ട ബന്ധമുള്ള വീടാണ്. അയ്യോ, എന്റെ
അമ്മച്ചിയുടെ അമ്മയുടെ കല്യാണി എന്നാ. എൻ്റെ കല്യാണി നീ വിളിച്ച് കത്തു വന്ന് വിടാനവൻ. ചോറുണ്ട്, കൂട്ടാനൊന്നുമില്ല. അമ്മയും രണ്ട് പിള്ളേരും അവര് അന്നത്തെ സാഹചര്യം അതാ ഇപ്പോഴും കൊടുക്കുന്നത്. അവിടെ ഞാൻ കൂട്ടാൻ ഉണ്ടാക്കും. അപ്പം എൻ്റെ വലിയ വെച്ചു, കൊച്ചമ്മ എന്തോ കൂട്ടാനാണ്? ഞാൻ പാറക്കല്ല് ചാറ് വെക്കാൻ പോവാന്ന്. പാറക്കല്ല് ചാറ് വെക്കുക അന്ന് കല്ല്. അപ്പൊ എൻ്റെ വലിയ പാറക്കല്ല് ചാറ് നീ അവിടത്തേക്ക്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാനും പോയി നോക്കി നിന്നു. കുഞ്ഞാന്തേക്ക് നോക്കി നിന്നു. ഇവര് തേങ്ങ ഉള്ളതാ. തേങ്ങ എടുത്ത് അരച്ച് കല്ലേ വെച്ച് ചേരുവകളെല്ലാം ചേർത്ത് അരച്ച് ചട്ടി അടുപ്പേ വെച്ചേച്ച് മുറ്റത്തിറങ്ങി നല്ല പാറക്കല്ല് വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്ന് കറച്ചട്ടിലിട്ട് തേങ്ങ അരച്ച് കറി വെച്ചു. പീസിനകത്ത് ഒരേ പാറക്കല്ലും ചാറും. കല്ലെടുത്ത് കളഞ്ഞേച്ച് ചാറ് കൂട്ടി ചോറുണ്ട്. നിങ്ങൾ ഉൾക്കൊള്ളുകയല്ല. ചേട്ടൻ പറയാം പിന്നെ നടന്ന കാര്യമാ. ഒന്നുമില്ല, പക്ഷെ അവരുടെ മനസ്സാ. ഞാനോ നിങ്ങളോ അടുത്ത പാറക്കല്ലെടുത്ത് ഒറ്റ ഏററിഞ്ഞത് ഉച്ചി നോക്കി. ഉച്ചയ്ക്ക് വന്നേക്കുക. എന്നെ ഇങ്ങനെ നോക്കുന്നത്, കുശുമ്പ് കുത്തി നോക്കുന്നത്. മനസ്സാ ഞാനീ പറഞ്ഞ. നമുക്ക് നല്ല മനസ്സ്, അതാ യേശുവിന്റെ മനസ്സ്, അതാ ദൈവത്തിന്റെ മനസ്സ്. ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ അകത്ത് വ്യാപരിച്ചാൽ കൊടുക്കാൻ തോന്നും. നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്യണം ദൈവസ്നേഹം അകത്തുണ്ടോന്ന്. ഞാനിങ്ങനെ പറയുമ്പോഴേ അവനവനെ ഒന്ന് പരിശോധിച്ചാൽ മതി. എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമാണോ അതോ ലോകസ്നേഹമാണോ? കൊടുക്കാൻ തോന്നും. ആഹാര സാധനങ്ങൾ പാത്തു വെക്കുന്ന ആൾക്കാരുണ്ട്. വീട്ടിലാരെങ്കിലും വരുമ്പം. ഞാൻ ഈയിടെയും ഒരു ശവസംസ്കാരത്തിൽ പ്രസംഗിച്ചപ്പോൾ ആ കാര്യം സൂചിപ്പിച്ചു. ഒരു വീട്ടിൽ 4 മണിയായപ്പോൾ ഞാൻ ചെന്നു. നമുക്ക് വളരെ പരിചയമുള്ള വീടാണ്. ഒരു കൂട്ടു സഹോദരമുണ്ട്. ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും, തൊട്ടടുത്ത് അമ്മ. വേറെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ വേറെ പ്രായമുള്ള 1-2 പേരുടെ വരും, വർത്താനമൊക്കെ പറയും. അപ്പോൾ ഇന്നത്തെ പോലെ ഓർക്കുന്നു, ഒരു 10 ഏത്തക്കാപ്പവും മേടിച്ചോണ്ടാ പോയത്. ഇതുപോലെ ചെന്നപ്പോ ഞാൻ പറയുന്ന ഏത്തക്കാപ്പം കാപ്പിട കൈ കൊടുത്തിരുന്നപ്പം സ്വന്തം പെറ്റതള്ള അപ്പോൾ തന്നെ ഇങ്ങോട്ട് നടന്നു വരുന്നു. എന്നെയും കൂടെ കണ്ടാ വന്നത്. അങ്ങനെ വലിയ പതിവാ. ആ പെറ്റതള്ളയുടെ മകൻ ഈ ഏത്തക്കാപ്പമായിട്ട് അകത്തോട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണുന്നില്ല. ഞാൻ ആദ്യം ധരിച്ചത് അമ്മയ്ക്കൂടെ കൊടുക്കാൻ പാത്രത്തിൽ കൊണ്ടുവരും. അനക്കമില്ല. ഏറെ സമയമായിട്ടും പുള്ളി ഇങ്ങോട്ട് വരുന്നു. ഇവിടെ സ്വാതന്ത്ര്യമുള്ള വീടാ. ഞാൻ അകത്തോട്ട് നമ്മൾ പുള്ളി അകത്ത് നിന്ന് ഏത്തക്കാപ്പം കഴിക്കുക. ഇപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല. കണ്ട് ഞാൻ അമ്മയ്ക്ക് കൊടുക്കോ ഇല്ലോ എന്നൊന്നും അറിയണമല്ലോ. 1.5 മണിക്കൂർ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. ഒടുവിൽ അമ്മച്ചി പറഞ്ഞു, എന്നാ ഞാൻ പോവാ മാസ്റ്റർ. പുള്ളി പറഞ്ഞു ആട്ടെ. കൊടുത്തില്ല. ആരാ ചെയ്തത്? എല്ലാരും പെന്തിക്കോസിലുവാ. എന്നെ എല്ലാരും അങ്ങ് സ്ഥാപിച്ചിരിക്കുന്ന ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്നായി പറഞ്ഞത്. അല്ല, ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? ആൾക്കാരുണ്ട്. ദൈവസ്നേഹം നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ കൊടുക്കാൻ തോന്നും. അതിന് ഏറ്റവും വലിയ തെളിവ് പിതാവായ ദൈവത്തിന് മനുഷ്യവർഗത്തോട് സ്നേഹം തോന്നി. തന്റെ സൃഷ്ടിയുടെ മണിമകടമാകുന്ന ഇത് എന്നേക്ക് നശിച്ചുപോയി നിത്യനരകത്തിൽ പോകാതിരിക്കാൻ അവരെ രക്ഷിക്കുവാൻ
ആ പാപികളായ മനുഷ്യരോട് പിതാവായ ദൈവത്തിന് സ്നേഹം തോന്നി. താൻ സ്നേഹിച്ച മനുകുലത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അപ്പോൾ പിതാവായ ദൈവം, എന്റെ ഭാഷ പറയുക, പിതാവായ ദൈവത്തിന്റെ ഉള്ളിൽ ആഗ്രഹം, ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യജാതിക്ക് എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ നല്ല ചിന്തിച്ചത്. എന്നാ ഒരു ദൂതനെ കൊടുക്കാം, അല്ലെ കെറൂബികൾ ഇഷ്ടം പോലുണ്ട്, ഒരുത്തനെ അങ്ങോട്ട് താഴോട്ട് വിട്ടേക്കാം. ജ്ഞാനസമ്പൂർണ്ണന് സൗന്ദര്യ സമ്പൂർണമായി ദൂതന്മാരുണ്ട്, എന്നാ ഒന്നിനെ കൊടുത്തേക്കാം. കോടി ഉണ്ടല്ലോ, ഒന്നല്ലേ പോകുന്നുള്ളൂ. ദൈവത്തിന് രഥങ്ങൾ 1000 കോടി, അപ്പൊ പിന്നെ ഒന്നിനെ അങ്ങോട്ട് കൊടുക്കാം. അല്ലല്ല, എന്നാ സ്വർഗത്തിലെ ജീവവൃക്ഷമൊക്കെ ഉണ്ടല്ലോ, എന്നാ അതിലൊരെണ്ണം വെട്ടി താഴോട്ട് ഇട്ട് കൊടുത്തേക്കാം. അല്ല, ഇവിടെ ഫലമൊക്കെ ഉണ്ടല്ലോ, എന്നാ ആചാരക്ക് ആ താഴോട്ട്. ഇതൊന്നുമല്ല. പിതാവായ ദൈവത്തിന് മനുഷ്യവർഗത്തോട് സ്നേഹം വർദ്ധിച്ചപ്പോൾ മനുഷ്യവർ താൻ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കണമെന്ന് തോന്നി. എന്തെങ്കിലും ഒന്ന് കൊടുത്ത് അവനെ ഒപ്പിക്കാന്നല്ല, ഏറ്റവും ശ്രേഷ്ഠമായതിനെ കൊടുക്കണം. അതിനാ തന്റെ പുത്രനെ തന്നെ ഈ താഴലോകത്തിലേക്ക് വിടുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവസ്നേഹം നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ കൊടുക്കാൻ തോന്നും. എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ഒപ്പിക്കാനല്ല, ഏറ്റവും മെച്ചമായതിനെ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നാം വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ആ ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് എന്തോ കൊടുക്കണം. നിന്റെ പണമൊന്നും ദൈവത്തിന് വേണ്ട. പക്ഷെ ഞാൻ ദൈവത്തിന് 5 സെന്റ് സ്ഥലം, പിന്നെ പുള്ളി പുറമ്പോക്കി കിടക്കുകയല്ലേ. ദൈവം പറഞ്ഞ ആട്ടെ, തണ്ടമ്മേ, നിങ്ങൾ 5 സെന്റ് സ്ഥലം തന്നതുകൊണ്ട് ഞാൻ അതിലും പുറമ്പോക്കിന്ന് എനിക്ക്, പക്ഷേ അല്ല, ഞാൻ പുറമ്പോക്കി കിടക്കുകയുള്ളായിരുന്നു. ദൈവം പറയുക, ദൈവത്തിന് നിന്റെ 5 വേണ്ട 50 വേണ്ട. ദൈവത്തിന്റെ അല്ലേ ഇതല്ല. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാ. അന്നേരം വന്ന് ഈ 5 സെന്റ് സ്ഥലം കൊടുത്തേച്ച് സഭയിൽ കിടന്ന ആള് കളിക്കുക. അന്നാര പാസ്റ്ററെ മേളിൽ വർത്തമാനം പറയുകയും പാസ്റ്ററെ ഒതുക്കുന്ന സഭയ്ക്ക് സ്ഥലം കൊടുത്ത അച്ചായന. അച്ഛാ കൂടെ പറഞ്ഞ ഞാൻ ദൈവത്തിന് 5 ഏക്കറുള്ളവനാ 5.5 സെന്റ് സ്ഥലം കൊടുത്തേച്ച് ആള് കളിക്കുന്നത്. ദൈവവും ദൂതന്മാരും മേളിയിരുന്ന് ചിരിക്കായി വിഡ്ഢിയെല്ലാം കാണിക്കുന്നത് കണ്ട് ദൂതന്മാര് വരെ അവിടുത്തെ അല്ലേ ഇതല്ല. അത് പിന്നെ അവൻ 5 അപ്പം ദൂതന്മാരും എല്ലാം അങ്ങ് ചിരിക്കുക. ഈ വിട്ടി ഇവിടെ കിടന്നിങ്ങനെ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആണല്ലേ ചിന്തിച്ചേ. സഭയിലെല്ലാവർക്കും വലിയ കാര്യം, അയ്യോ അച്ചായൻ ഔറാച്ചായനാണ്, ഔറാച്ചായൻ. കൂടെ വരുന്ന പാസ്റ്റർമാരും ഔറാച്ചായൻ വാർച്ച. സ്വർഗത്തിരുന്ന് ദൂതന്മാര് ദൈവം എല്ലാം കൂടി വിട്ടി കാണിക്കുന്ന കാണ്ടായം കണ്ട് ഈ കാണുന്ന അണ്ടകടാകത്തെ ബ്രഹ്മാണ്ട കൂടിനാണ്ട് നക്ഷത്രമണ്ഡലങ്ങളെ കാണുന്നതിന് മുഴുവൻ അന്ന് ഒറ്റമാകുകൊണ്ട് ചമച്ച ദൈവത്തിന് ഈ 5 സെന്റ് കൊടുത്തേച്ച് അവയെ കടന്ന ആള് കളിക്കുന്നത് കണ്ട് ദൈവം ഇരുന്ന് അങ്ങ് ചീരിക്കുക. പിന്നെ എന്നാ ചെയ്യാനാ? മനസ്സിലാകുന്നുണ്ടോ? നിന്റെ വസ്തു ഒന്നും ദൈവത്തിന് വേണ്ട, പൈസ ഒന്നും വേണ്ട. 10 രൂപ കൊടുത്തോ. ഏറ്റവും കൂടുതൽ സഭയെ കാശിടുന്ന പുള്ളി എല്ലാരും കാണിക്കുക 500 നോട്ട് ഇട്ട ഞെളിഞ്ഞുള്ള പരവ്. ചിലർ ലാസ്റ്റ് ഇടാൻ വരുവുള്ളു. എല്ലാരും വിട്ട് തീർന്നു കഴിഞ്ഞ് ഒരു വരവുണ്ട്. വെളിയിരുന്ന് എല്ലാരും ചിരിക്കുക. സ്തോത്രം. കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഇവ പണ്ണാരത്ത് ഇടാമെന്നെല്ലാം കർത്താവ് സൂക്ഷിച്ച് നോക്കി. നന്നായിട്ട് നോക്കിയത് കൊണ്ടാ വിധവ ഇട്ട കർത്താവ് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. പൈസയുടെ നമ്പർ വരെ നോക്കുന്നുണ്ട്. ഉണ്ട്. അശോകസ്തംഭം ഉണ്ടോന്ന് വരെ കർത്താവിന് ഇന്ത്യയിലാണെങ്കിലേ. സ്തോത്രം. ആട്ടെ, എന്നാ എല്ലാവർക്കും ഒരു പ്രയാസം പോലെ. ചൂടെ ഞാൻ പറയട്ടെ. പറ. പാച്ച പറഞ്ഞു നമ്മൾ ഇങ്ങനെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. കാട്ടൂടയോടിയോ രാടിനെ നേടുവാൻ തേടുന്നവൻ
നിന്നോടി ശ്രേഷ്ഠ ഇടയനെ പവിത വരുന്നേ പാപക്കാട്ടിൽ നിന്നോടി ശ്രേഷ്ഠ ഇടയനെ പവിത വരുന്നേ ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപാദം എൻ്റെ ശരണം തിരുപാദം എന്റെ ശരണം ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപാദം എന്റെ ശരണം തിരുപാദം. എന്റെ ശരണം. അപ്പൊ ശ്രദ്ധിക്കുക, വാസ്തവമായ ദൈവസ്നേഹം നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ കൊടുക്കാൻ തോന്നും. എന്തെങ്കിലും കൊടുക്കുകയല്ല, ഏറ്റവും മെച്ചപ്പെട്ടതിനെ. അതാ സ്വർഗത്തിൽ നടന്നത്. അതാണല്ലോ യോഹന്നാൻ 3:16 നിങ്ങൾക്കെല്ലാം മനപാഠമാ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകം എന്ന് ഉദ്ദേശിക്കുന്ന മനുഷ്യവർഗമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തെ ദൈവം സ്നേഹിച്ചു. അപ്പൊ എന്തെങ്കിലും സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാന്നല്ല, തന്റെ ഏകജാതനെ തന്നെ കൊടുത്തു. ഈ സ്നേഹം നമ്മുടെ അകത്ത് വ്യാപരിക്കണം. നാം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിന് കൊടുക്കണം, ഏറ്റവും മെച്ചമായതിനെ കൊടുക്കണം. ദൈവത്തിന് ഓർമ്മിച്ചതിലെ വസ്തുവൊന്നും വേണ്ട, പൈസയൊന്നും ദൈവത്തിന് ഒന്നും വേണ്ട. ധനവും മാനവും പുരാതന സമ്പത്തും അവിടുത്തെ പക്കല. പിന്നെ അതിന്റെ 500 നോട്ട് പണ്ട് കട്ടപ്പന എന്നൊരു ഉപദേശി കാവാലത്ത് വന്ന് പ്രസംഗിച്ചു. ഇപ്പോൾ ഇന്നത്തെ പോലെ ഓർക്കുന്നു. പ്രസംഗിച്ചപ്പോൾ പുള്ളി ഒരു സന്ദർഭോചിതമായിട്ട് പുള്ളി പറഞ്ഞു. അപ്പം അദ്ദേഹം ആ വീട്ടിൽ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ് വീട്ടിൽ ഭാര്യയും ഭർത്താവോട് അഭിപ്രായ വ്യത്യാസം. പുള്ളിക്ക് ചോറ് കൊടുക്കണം. പെമ്പിള്ള പറഞ്ഞു, ഓ എനിക്കൊന്നും നേരമൊന്നുമില്ല, വേറെ ആരെ ജയിപ്പിക്കാൻ. സ്ത്രീകളല്ലേ, പല കാര്യങ്ങൾ കാണും. ഉടനെ പുള്ളി ഭർത്താവ് വന്നിട്ട് ഇവിടെ കൊടുക്കാം, ഒരാൾക്കല്ലേ ഉള്ളൂ. ഓ എനിക്ക് നേരമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും വന്നു. പിന്നെ അതൊരു ധാരണ വന്ന് വേറൊരു സ്ഥലത്ത് ക്രമീകരിച്ചു. ഇത് യുവദേശി അറിയുന്നില്ല. എന്നോട് അദ്ദേഹം പറഞ്ഞു ഇതേപോലൊരു സംഭവം. ഞാൻ പറഞ്ഞു, പാരപ്പം നമുക്ക് വേറെ ക്രമീകരിക്കാം. കാരണം ഞാനന്ന് ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ, എൻ്റെ വീട്ടിലാരും വിശ്വാസത്തിലല്ല അന്ന്. അപ്പൊ അതുകൊണ്ട് വീട്ടോട്ട് വിളിച്ചോട്ട് ഞങ്ങളുടെ തള്ള അന്ന് കടുവാ നിൽക്കും പോലെ നിൽക്കുക. അന്ന് പുലിമണക്കകത്ത് അയാളെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നും. പിന്നെ വേറൊരു വീട്ടിൽ ക്രമീകരിച്ചു. ഈ ദൈവദാസന് ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കേ അറിയാവും. യോഗത്തിന് ഞാനും ഉണ്ട്. പുള്ളി വചനം പ്രസംഗിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വാക്യം പ്രകാശിച്ചു. അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഇന്നത്തെ പോലെ എന്നിട്ട് ആ വീട്ടുകാരിയെ നോക്കിച്ച് വിളിക്കാം, പിന്നെ നിന്റെ ചോറ് വേണോ? ആകവാള് വിട്ടുപോയി. പുള്ളി ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചോദിച്ചതല്ല, വിറച്ചു പോയി. പുള്ളിക്കാരി ഫ്രണ്ടിരുന്ന് വാക്യമൊക്കെ വായിച്ചു കൊടുക്കും. പുള്ളിക്കാരി ആ വാക്യം വായിച്ചു കൊടുക്കുന്നത്. അതാ അതിലും വിചിത്രം. നല്ല തടിപ്പുറത്തെ വെടി പോലെ വാക്യം വായിച്ചു കൊടുക്കുന്നത്. സംഭവം എനിക്കും അദ്ദേഹത്തിനും വേറെ 2 പേർക്കേ അറിയാവുള്ളൂ. വിശ്വാസികൾക്കും ആർക്കും അറിയത്തില്ല. വന്ന് ഉപദേശിക്കും. യോഗം തുടങ്ങിക്കഴിഞ്ഞാൽ പുള്ളിയും വന്നത്. ഇത് യോഗത്തിന് അല്പം മുമ്പായി സംഭവം. പ്രസംഗിച്ച് വന്ന കൂട്ടത്തിൽ പറഞ്ഞു, അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഉടനെ പുള്ളിക്കാരോട് ചോദിച്ചു, പിന്നെ നിന്റെ ചോറ് വേണോ? അടിച്ചില്ല, ഇളകിപ്പോയി. യോഗം കഴിഞ്ഞെന്ന് ക്ഷമ ചോദിച്ച് പുള്ളിയോട് കാര്യമൊക്കെ പറഞ്ഞു. സ്തോത്രം എന്ന് പറഞ്ഞവല്ല, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതല അവന്റെ നിവാസികളും യഹോവയ്ക്കും. പിന്നെ അതിന്റെ 5 സെന്റ് വേണോ? ധനവും മാനവും പുരാതന സമ്പത്തും അവിടുത്തെ പക്കൽ. പിന്നെ എന്റെ 10 രൂപ വേണോ ദൈവത്തിന്? നിന്റെ മെഴുകുതിരിയും വേണ്ട, നിന്റെ ആട്ടിയ വെളിച്ചെണ്ണയും വേണ്ട, നിന്റെ പൂവക്കോഴിയും വേണ്ട, പടക്കോഴിയും ദൈവത്തിന് വേണ്ട. സ്തോത്രം. നിന്റെ അപ്പയും കാച്ചിലും ഒന്നും ദൈവത്തിന് വേണ്ട. അതിനെ ദൈവം എന്നെ പുഴുക്കത്തിന് അറ്റിക്കാമോ?
മുളകുടച്ചതും കാച്ചിലും ആർക്കാ? ദൈവത്തിന്. ഒരാൾ കൊണ്ട് പുള്ളി പറയുക തങ്ങമ്മ കാച്ചില് ദൈവത്തിന് ഒന്നും വേണ്ട. ദൈവത്തിന് ആവശ്യം നിന്നെയാ. ദൈവത്തിന് ആവശ്യം. അപ്പൊ ദൈവത്തിന് ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട, നിന്നെ അങ്ങ് കൊടുത്തോണ്ടാ മതി. നമ്മളെ അങ്ങ് കൊടുക്കണം. ഏറ്റവും വിലപ്പെട്ടത് അതല്ലേ? നമ്മളെ അങ്ങ് കൊടുക്ക. ദൈവം ഇന്ന് രാത്രി കൊടുക്ക. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് എന്നെ അങ്ങ് തരിക. നിന്റെ ഹിതത്തിനായിട്ട് എന്നെ ഉപയോഗിച്ചാട്ടെ. നിന്റെ ഇഷ്ടപ്രകാരം എന്നെ അങ്ങ് ഉപയോഗിച്ചാട്ടെ. ഇന്ന് രാത്രി നീ സമർപ്പിച്ച് കൊടുത്താൽ നിനക്ക് നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകല യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. സ്വർഗീയ രാജാവേ എന്നെയും എനിക്കുള്ള സകലത്തെയും ഓ യാഗമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ നമ്മെ അങ്ങ് സമർപ്പിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ ഞാൻ ഭാഗം പെടാം. നമ്മൾ ദൈവത്തിനായിട്ട് സമർപ്പിച്ചാൽ പിന്നെ നമ്മുടെ ഇഷ്ടം ഒന്നും നടക്കുകയില്ല. പിന്നെ തിരിച്ച് ചോദിക്കാൻ നോക്കുകയില്ല, ഇതെന്നെ ഇങ്ങനെയെന്ന്. നമ്മൾ സമർപ്പിച്ചിട്ടില്ല. അതാ ഉദാഹരണം. ഇപ്പോൾ ഞാന് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പേന ദാസിന് കൊടുക്കുക. ഈ പേര് ഞാൻ മറന്നു. അപ്പം ഈ കർത്തദാസനെ ഞാനൊരു പേന കൊടുക്കുക. പുള്ളിക്ക് കൊടുത്തു. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ആ പേന ഉപയോഗിക്കുന്നത്. ചിലപ്പോ അദ്ദേഹം ഒപ്പിട്ടെന്ന് വരും, ലേഖനം എഴുതിയെന്ന് വരും, പാട്ട് എഴുതിയെന്ന് വരും, വാക്യം എഴുതിയെന്ന് വരും. ചിലപ്പോ പുള്ളിക്ക് ചുമ്മാ ആയിരിക്കും എന്നെ കുത്തി കുറിക്കണമെന്ന് തോന്നും. പക്ഷെ ഞാനിവിടെ നിൽക്കുക, ആ എന്തിനാ ഇങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ ചോദിക്കാനൊക്കത്തില്ല. ഞാൻ കൊടുത്തതല്ലേ. മനസ്സിലാകുന്നുണ്ടോ? നിന്നെ എന്നെ ദൈവത്തിനായിട്ട് സമർപ്പിച്ചാൽ പിന്നെ അവിടുത്തെ ഇഷ്ടമാണ്. ചിലപ്പോ അവിടുന്ന് ഒപ്പിടാൻ എടുത്തെന്ന് വരും, ചിലപ്പോ എഴുതാൻ എടുത്തെന്ന് വരും, ചിലപ്പോ കുത്തി കുറിക്കാൻ എടുത്തെന്ന് വരും. അവിടുത്തെ സമയത്തൊക്കെ ചിലപ്പോ എടുത്ത് എഴുതിയെന്ന് വരും. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണും. തിരിച്ചൊന്നും മിണ്ടാൻ അനുവദിക്കത്തില്ല. നിങ്ങൾ തന്നെത്താൻ എന്ത് ശോധന ചെയ്തേ? നിങ്ങൾ കൊടുത്തോ? ആ ഭാഷ കൊടുക്കണമെന്നൊക്കെ ചിന്തയുണ്ട്. ഇങ്ങനൊക്കെ അന്നെ കൊടുക്കാതിരിക്കുന്നതായിരിക്കും. ഞാൻ കുറേശ്ശെ കൊടുക്കാന്നാ. ആദ്യം പേനാട് റീഫില്ലറും കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞ് ക്യാപ്പ് കൊടുക്കും, പിന്നെ അതിൻ്റെ മൊനെ എടുത്തേച്ചേ കൊടുക്കുകയുള്ളൂ. എന്തേലും പറയാനുണ്ടോ? അതിൻ്റെ മൊനെ എടുത്തേച്ച് കൊടുത്തിട്ട് പുള്ളി ഇതുമായിട്ട് ഇങ്ങനെ ഇല്ല, മറ്റേ പുള്ളി മാല കിട്ടിയതുപോലെ നമ്മൾ അങ്ങനെ കൊടുത്തേക്കുന്നത്. ചില ക്യാപ്പ് കൊടുത്തേച്ചായിരിക്കുന്ന, റീഫില്ലർ കൊടുത്തിട്ടില്ല. റീഫില്ലർ ഇപ്പോൾ നമ്മുടെ കയ്യില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നമ്മളെ പൂർണ്ണമായിട്ടല്ല കൊടുക്കണം. സ്തോത്രം. ഇന്ന് രാത്രിയിലെ ഞാൻ എൻ്റെ കാര്യം കൊണ്ടാണ് പറയുന്നത്. നമ്മളെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കുക. സ്തോത്രം. അതെ, ഏറ്റവും വലിയ കൽപ്പന ദൈവസ്നേഹമാണ്. അതെ, നമ്മുടെ വിഷയത്തിലേക്ക് വന്ന് പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ നിർത്താം. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി ഈ ദൈവകൽപ്പന പ്രമാണിക്കുന്ന ദൈവമക്കൾക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. യഹോവ ഒരു ദോഷവും തട്ടാറവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ പകത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനുമില്ല.
ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ ഒരു ദോഷവും സംഭവിക്കുകയല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. സ്തോത്രം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 10-14 വാക്യങ്ങള് ഇത് പ്രമാണിച്ചാലുള്ള അനുഗ്രഹമാണ്. പ്രമാണിച്ചില്ലെങ്കിലുള്ള അനുഗ്രഹമാ. താഴോട്ട് 15 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗമെല്ലാം അറിയാവുന്നത് കൊണ്ട് ഇനി വായിപ്പിച്ച സമയം കളയുന്നുമില്ല. എല്ലാരും എന്നെ നോക്ക്. ഞാൻ നടുമ്പോലെ കുഞ്ഞു കിടന്ന ഞാൻ ആരോട് പറയാനാ? അമ്മ ഇങ്ങോട്ട് നോക്കാൻ. പിന്നെ വായിക്കാം. അമ്മ എന്നെ നോക്ക്. അപ്പൊ ആവർത്തന പുസ്തകം 28-ന്റെ 1 മുതൽ താഴോട്ട് പഠിച്ചാൽ ദൈവകൽപ്പന പ്രമാണിക്കുന്നവർക്കുള്ള അനുഗ്രഹമാണ്. പട്ടണത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്റെ ഗർഭപോലും കൃഷിപോലെയും കന്നുകാടുകളുടെ ആടുമാടുകളുടെ പേരും പറമ്പുമൊക്കെ ദൈവം അനുഗ്രഹിക്കും. ശത്രു ഒരു വഴി വരും, 7 വഴി ചെതറിപ്പോകും. തേനീച്ച പോലെ വരും, ദൈവം മുൾത്തിയെ പോലെ കെടുത്തിക്കളയും. സ്തോത്രം. നിന്റെ തൊട്ടിയും കൊട്ടയും വട്ടിയും കുട്ടിയും ചട്ടി എല്ലാം ദൈവം അങ്ങ് അനുഗ്രഹിക്കും. സ്തോത്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ചരിത്രമൊക്കെ ദൈവമക്കൾക്കറിയാം. യോസേപ്പിന്റെ കാലത്ത് പറ്റി മിസ്രൈമിലെത്തി ഏതാണ്ട് 400 വർഷം അടിമകളായി മിസ്രൈമിൽ പാർത്തു. പുറപ്പാട് 1-ന്റെ പുതിയ രാജാവ് ഫറവോൻ മിസ്രൈമിൽ എഴുന്നേറ്റു. അന്ന് മുതൽ ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കാൻ തുടങ്ങി. കാരണം പുരുഷന്മാരെല്ലാം നല്ല ആരോഗ്യമുള്ളവര്, സ്ത്രീകൾ രാവിലെ കൊച്ചുങ്ങളെ ഞെക്കി കൊല്ലാൻ പോവുക. 2 പെണ്ണുങ്ങൾ. ആരാ? സിപ്രായും പൂവായും കൂടെ പോവുക. എന്തിനാ? നിങ്ങളെ ഇരിപ്പുണ്ട്, നിങ്ങളെ ഞെക്കി കൊല്ലാൻ വന്നതുപോലെ. അലിവർ തിരിപ്പണിട്ട് എന്റെ പള്ളിക്ക് ആക്കാൻ തള അല്ല. മിസ്രയീമിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ ഞെക്കിക്കൊല്ലാനായി 2 പെണ്ണുങ്ങളെ പറവോൻ വിട്ടത്. പെണ്ണുങ്ങളെ കൊണ്ടതെല്ലാം കാര്യം ഞെക്കിക്കൊല്ലാൻ നോക്കും. പിന്നെ ഒരു പെങ്കൊച്ച് കാരണം മുഖ്യമന്ത്രി പദവി വരെ ഇല്ലേ? ഒന്നല്ലേ ഇപ്പം പെണ്ണുങ്ങളാന്നല്ലേ രംഗത്തിറങ്ങിയേക്കുന്നു. ഓടിയിട്ട് ദൈവമേ, 2 പെണ്ണുങ്ങൾ കൂടി 2 മന്ത്രിസഭയ്ക്കാ. നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ? ഈ 2 പേര് കൂടിയാൽ എന്തുവാ നടക്കാതെ അല്ലേ? ഒരിക്കൽ 2 പെണ്ണുങ്ങള് വഴിവിട്ടുള്ള ജീവിതമാ. 2 പേരും പ്രസവിച്ചു. 2 പേരും അപ്പുറം ഇപ്പുറം വിശദീകരിച്ചെഴുതിയിട്ടില്ലെങ്കിൽ ആശയമാണ്. അപ്പുറം ഇപ്പുറം കിടക്ക കൊച്ചുങ്ങളെ ഇട്ടുണ്ട്. ഒരുത്തി കിടന്ന് കൊച്ചങ്ങയകത്ത് പോയി. കൊച്ചിന്റെ പുറത്തങ്ങാണ്ട് കയറി കിടന്നതാ. അവള് ഭയങ്കര സൂത്ര ബുദ്ധിക്കാരിയാ. ആ സൂത്രം ഉള്ളതുകൊണ്ടാണല്ലോ ഈ രീതി. മറ്റവൾ ഉറങ്ങിയപ്പോ ആ കൊച്ചിനെ എടുത്ത് ഇവിടെ കിടത്തേച്ച് ചത്ത കൊച്ചിനെ എടുത്ത് പെണ്ണുങ്ങടെ രാവിലെ എഴുന്നേറ്റപ്പം ഇവിടെ കൊച്ചി അത്തം കിടക്കുന്ന മറ്റവ ജീവനുള്ള തർക്കമായി. ഇവിടെ നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് അറിയത്തില്ലയോ? എത്ര വർഷം കഴിഞ്ഞാലും അറിയാം. അതാ അമ്മയുടെ സ്നേഹം. അതൊന്നും കാശ് കൊടുത്താലൊന്നും കിട്ടുന്നല്ല കേട്ടോ. അമ്മയ്ക്ക് പകരം വേറെ ആരും ഇല്ല. അമ്മ കളിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അമ്മേ ഉമ്മ. അമ്മയ്ക്ക് പകരം ഭാര്യ ആകുകയല്ല. ഭാര്യ അമ്മയ്ക്ക് പകരം അമ്മ തന്നെ. അമ്മ കളിച്ച് വന്നാലും ഒക്കുകയല്ല. അമ്മ തന്നെ. ആ അമ്മയെ ആശ
ആശ്വാസവനെ കൊണ്ടിടരുത്. ഉള്ള സാഹചര്യത്തിൽ സംരക്ഷിക്കണം. ചിലപ്പോൾ മുളകുടച്ചതായിരിക്കും, പൊടിയരിക്കഞ്ഞയായിരിക്കും, ചിലപ്പോൾ അതും കാണുകയല്ല, മങ്കായിരിക്കും. മങ്കരി എന്നൊക്കെ ഞങ്ങളുടെ കുട്ടനാട്ടിൽ പറയും. നിങ്ങൾക്ക് അറിയാവുന്ന തരത്തില് മങ്കരി കേട്ടിട്ടുണ്ടോ? എങ്ങനെയായിരിക്കുന്നത്? അമ്മയ്ക്കറിയാം. ഊറിയ കയ്പുണ്ട്. സാഹചര്യം ഉള്ളവരാന്ന് ചിലപ്പോൾ ചില തേങ്ങായും കൂടെ തിരുമി ഇടും. അതേ ഉള്ളു, മതി. എന്നാലും നമ്മൾ സംരക്ഷിക്കണം. ആശ്വാസവനിൽ ചിലപ്പം താറാമുട്ടയും ചിക്കൻ ഫ്രൈയും അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ചിലപ്പം ആൾക്കാരൊക്കെ ബർത്ത്ഡേക്കും വെഡിങ്ങിനും ഗൾഫിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് വരുന്നവർ കൊടുക്കും. എന്നാലും അമ്മയ്ക്ക് അത് തൃപ്തി വരികയല്ല. അമ്മയ്ക്ക് നിന്റെ മങ്കരിയുടെ കഞ്ഞിയും മുള കൊടുത്തതും കഴിക്കുന്നത് അമ്മയ്ക്ക് തൃപ്തി. ചെല്ലു വലിയ ക്രെഡിറ്റില്ല. അയ്യോ ആശ്വാസവനുണ്ട്, പിന്നെ അവിടെ ഒന്നിനും ഒരു കുഴപ്പം. ഓ, ഞാൻ ഈയിടെ പോയി അമ്മേ കണ്ടു, അല്പസമയം ഇരുന്ന്. നിനക്ക് രണ്ടെണ്ണം വരുന്നല്ലോ, ഉണ്ടല്ലോ. ഒന്നുമില്ല, അവര് ആശ്വാസവുമില്ല. നിന്നെ നോർത്ത് ഇന്ത്യൻ ആയിരിക്കും കൊണ്ടിടുന്നത്. 2 ദിവസം ട്രെയിനായിരുന്നാ പോലും നിന്നെ അമ്മയ്ക്ക് പകരം അമ്മ തന്നെ, വേറെ ആരുമില്ല. അതെ, ഈ പെണ്ണുങ്ങൾ രണ്ടും പ്രശ്നമായി. രാവിലെ നിങ്ങൾക്കറിയാം, അവസാനം ശലോമോൻ്റെയൊക്കെ അയ്യോ പുള്ളി പ്രാർത്ഥിച്ചു നല്ല വിവേകത്തോടിരിക്കുക. കണ്ടപ്പോഴേ മനസ്സിലായി ഇത് രണ്ടും നല്ല വാറതാനാണ്. ശലോമോനെ ലോകനാഥനെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കണ്ടേച്ചിരിക്കുന്ന ആളുവാ. പുള്ളി കണ്ടതുപോലെ ലോകത്തിലാരും വായിച്ചേ 11:1 രാജാക്കന്മാർ ഇങ്ങോട്ട് കണ്ടിട്ട് ഞാനും പോപ്പിച്ചാന്ന് തോന്നുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11:1 മുതൽ വായിച്ചേ. പുള്ളിയുടെ പ്രകൃതി എങ്ങനെയാണ്. പിന്നെ സലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ ഫറവോന്റെ മകളെ ഓൾറെഡി പുള്ളി കെട്ടി. അല്ല, പറ്റിയ തലത്തിൽ നിന്നാ കെട്ടിയത്. പിന്നെ മോവാബ്യർ, പിന്നെ മോവാബ്യര്, അമ്മോന്യര്, ഏദോമ്യര്, സീദോന്യര്, ഹിത്യര് എന്നിങ്ങനെ ജാതിക്കാരത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. അവിടെ പെണ്ണുങ്ങളുടെ അയ്യരുകളിയാ. ശലോമോന്റെ കൊട്ടാരത്തിൽ എമ്പടി അതെല്ലാം നല്ല ഒന്നൊക്കെ മൂച്ചുള്ള പെണ്ണുങ്ങളാ. സീദോന്യരും അമ്മോന്യരും. അയ്യോ, ഓൾറെഡി ഒഫീഷ്യലായിട്ടുള്ളത് ഫറവോന്റെ പുത്രിയാ. അന്നേരം ഈ 2 പെണ്ണുങ്ങൾ അങ്ങോട്ട് ശലോമോൻ ഇത് കണ്ട നടത്തവും വരവും കണ്ടപ്പോൾ മനസ്സിലായതല്ല, പറ്റിയ 2 എണ്ണമാണ്. അപ്പൊ ചോദിച്ചു, എന്താ സിസ്റ്റർ വിഷയം? അതിന്റെ പാസ്റ്റർ വിഷയം ഇതെന്നാണ്. ഞങ്ങൾ 2 പേരും പ്രസവിച്ചു, ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഐക്യതയാ കേട്ടോ. ഒരു വീട്ടിലാ താമസിക്കുന്നത്. ഇവളും പ്രസവിച്ചു, ഞാനും പ്രസവിച്ചു. എൻ്റെ കൂടെ കിടന്ന് അവിടെ വെച്ച് അവിടെ രാത്രി അവള് കയറി കൊച്ചിൻ്റെ പുറത്തെങ്ങാണ്ട് കിടന്നതാ. കൊച്ചങ്ങ് ചത്തുപോയി. എന്നിട്ട് ഇവള് സൂത്രക്കാരി എൻ്റെ ജീവനുള്ള കൊച്ചിനെ എടുത്ത് അവിടെ അരികത്ത് തെച്ച് അവിടെ ചത്ത കൊച്ചിനെ എടുത്ത് വലിയ പ്രശ്നമാ, ഇതെൻ്റെ കൊച്ച. മറ്റോട് പറഞ്ഞ ആരാടി പറഞ്ഞത് നിന്റെ കൊച്ചാന്ന്? ഞാൻ പ്രസവിച്ച കൊച്ച. ഭയങ്കര തർക്കം. കൊട്ടാരത്ത് ചെന്നേച്ച് ഇവളുമാരെ തർക്കിച്ചപ്പോൾ വെളിയിൽ പോയാൽ മെല്ലരും വെച്ചേക്കൂ. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചേ. കൊട്ടാരത്തിൽ മഹാരാജാവിന്റെ എടുക്ക ചെന്ന പെണ്ണുങ്ങള് നിങ്ങൾ അത് ചിന്തിക്കണ്ടേ? അതൊന്നും ചിന്തിക്കുകയല്ലേ? കൊട്ടാരത്തിനകത്ത് കയറി ഇത്രയും തർക്കം വന്നേ കനാലിന്റെ അവിടെ വെച്ച് അടിച്ചവനെ കനാലിൽ കളയാം. ഒറ്റയടിക്കവനെ കനാലിൽ ഉള്ള ചുരുക്കി പറഞ്ഞ അവന് കനാലിൽ നിന്ന് കയറാൻ നമ്മുടെ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് ചെറുക്കൻ്റെ വീട്ടുകാർ വരുക. അപ്പം മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് ആറ്റ് തൊട്ടേ കൂടെ നടക്കണം. അന്ന് വണ്ടി അങ്ങോട്ട് പോവുകയല്ല. മെയിൻ റോഡിൽ ഇറങ്ങി ഒരു 1.5 കിലോമീറ്റർ നടക്കണം. അപ്പം അവർ നടന്നിങ്ങോട്ട് വന്നപ്പം പെണ്ണിനെ കാണാൻ വരുക. അപ്പം ആ വീടിനടുത്ത് എത്തിയപ്പം വന്നവര് അടുത്തോട്ടിന് വഴി വെച്ച് കണ്ടു. എവിടെ പോകുന്നു? അവർ പറഞ്ഞ് ഇന്നടത്തോട്ട്. പെണ്ണ് ഏത് വീടാ?
ഈ വീടും സ്ഥലവും ആവോ? അപ്പൊ വന്നവര് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ സ്വാഭാവികമാണ്. പിന്നെ വന്ന പുള്ളി വേറെ ദോഷമൊന്നും പറഞ്ഞു, ഒറ്റ വാക്കേ പറഞ്ഞു, തോടുള്ളത് കൊണ്ട് അവിടെ തച്ചാൻ രക്ഷപ്പെട്ടു പോകുന്നെന്ന്. മുന്നിൽ തോടുള്ളത് കൊണ്ട് അവിടുത്തെ പുള്ളി രക്ഷപ്പെടുന്നെന്ന്. അമ്മ ചോദിച്ചു എന്നാന്ന് ചോദിച്ചു. വേറൊരാൾ ചോദിച്ചു ഈ തള്ള അയാളെ തല്ലാൻ വരുമ്പോൾ നീട്ടി തോട്ടിലോട്ട് ചാടും, ഭാര്യ അയാളെ തല്ലും, അയാളെ പാവ. അപ്പൊ തല്ലാൻ വരുമ്പോ ഇയാൾ നീട്ടി തോട്ടിലായിട്ട് ഉണ്ടയിട്ട് കിടക്കും. എന്തോ നിങ്ങൾ രണ്ടുപേര് പറഞ്ഞു, നിങ്ങൾക്ക് അവരെ അറിയാവോ? അവിടെ നിന്ന് ആ പെണ്ണിനെ എടുക്കാൻ പോകുന്നേ. ആയിക്കോട്ടെ. അപ്പൊ ഈ രണ്ട് സ്ത്രീകൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ശലോമോൻ ദൈവം ജ്ഞാനാത്മാവിൽ നിറച്ചിരിക്കില്ലേ? ശലോമോന് മനസ്സിലായി ഇതിനകത്ത് സൂത്രമുണ്ട്. അപ്പൊ ശലോമോൻ തീർപ്പ് കൽപ്പിച്ചു, ഒരു കാര്യം ചെയ്യും, കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവച്ചേ. പുറത്തിനോട് പറഞ്ഞിട്ട് നല്ല മൂർച്ചയുള്ള വാള് കൊണ്ടുവരാൻ പറഞ്ഞു. പപ്പാതി കണ്ടിക്കാൻ പോവാ, പകുതി നിനക്കം തരും, പകുതി നിനക്കം തരും. നൊന്ത് പ്രസവിച്ച അമ്മ നെഞ്ചത്തടിച്ചു പറഞ്ഞു, കണ്ടിക്കണ്ട, അവക്ക് തന്നെ കൊടുത്തു. ഒന്നുമില്ല, വല്ലപ്പോഴും എനിക്ക് എന്റെ കൊച്ചിനെ. മറ്റുള്ളവർ കണ്ടിക്ക് ഇപ്പൊ രണ്ടിലൊന്നും ഇപ്പൊ. അപ്പൊ ശലോമോന് മനസ്സിലായി ഇവളാ പ്രസവിച്ചത്. മനസ്സിലായോ? ജ്ഞാനവുമായിരുന്നു. അവിടെ ഞാൻ വിവരിക്കുന്നില്ല ആ ഭാഗം. എന്ന് പറഞ്ഞ പോലെ ഈ രണ്ട് സ്ത്രീകൾ സിപ്രായും പൂവായും ഭഗവാൻ ചുമതലപ്പെടുത്തി വിട്ടിരിക്കുക, ആൺകുഞ്ഞുങ്ങളെ എല്ലാം ഞെക്കി കൊല്ലണം. പക്ഷെ ഈ രണ്ട് സ്ത്രീകള് പ്രസവം നടന്ന വീടുകളിൽ ചെന്ന് സൂതികർമ്മണികളില്ലേ, അയ്യോ നോക്കിയപ്പോ ഈ കൊച്ചുങ്ങളെ എന്തോ സൗന്ദര്യമാണ്, കൊല്ലാനൊക്കുന്നില്ല. അതുകൊണ്ട് ദൈവം അവർക്ക് ഗുണം ചെയ്തു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അമേരിക്കയിലും ഗൾഫിലും ഒക്കെ നേഴ്സുമാർക്കാന്നല്ലേ അല്ലേ അവരുടെ വാങ്ങൽ പിടിച്ച ഇവൻ പത്തി തോറ്റതാ, എന്നാലും IT പോയി ഏതാണ്ട് കാട്ടിക്കൂട്ടിയേച്ച് അവനെ ബോംബെ ചാടി, ബോംബെയിലെല്ലാം ഒന്ന് അന്തേരി കൂടെ കറങ്ങി, എങ്ങനെ ഒരു അറബിയെ കണ്ടോ എടുത്തോ ഒരു ചെറിയ വിസ കിട്ടി, ക്ലാസ്സൊക്കെ ചെന്നിറങ്ങി, ചൂടും പിടിച്ചെല്ലാം കിടന്ന്. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നപ്പോൾ അവന് BSc നേഴ്സ് മതി. 10ാം ക്ലാസ്സിൽ തോറ്റവനാ. അന്തേരി കൂടെ ആ പാലത്തെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി തീവണ്ടി പോകുന്നതും കണ്ട് എല്ലാവരുടെയും കാര്യമല്ല. അപ്പൊ അവന് മനസ്സിലായി ഈ പെണ്ണുങ്ങളെ കിട്ടിയെങ്കില് പിന്നെ കാരണം നേഴ്സുമാർക്ക് ഗുണം ചെയ്തെന്നാ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങളേക്ക് ഞാനും പഠിക്കേണ്ടതായിരുന്നു, എന്നാ ചെയ്യാൻ. പറങ്ങാട് വെക്കാൻ പോയി പോറങ്ങണമായിരുന്നു. ഇനിയിപ്പം പറഞ്ഞ അമ്മയൊന്നും ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, നമുക്ക് നിത്യതയെ പോകാനില്ല. പണ്ട് മല്ലപ്പള്ളിയിലെ അച്ഛൻ പറഞ്ഞില്ല, പോയത് പോട്ടെ പോരടി പാപ്പി എന്ന് പറഞ്ഞ പോലെ പോട്ടെ, ഇതിലൊക്കെ ഉപരി രക്ഷിക്കപ്പെടാനിടയായല്ലോ. അതുകൊണ്ട് സന്തോഷിച്ചു. നേഴ്സ് ആയില്ലെങ്കിലും ദൈവവൈദ്യരായി തീർന്നല്ലോ, സന്തോഷിച്ച് ദൈവത്തെ മതപ്പെടുത്തി. അപ്പൊ എന്തായാലും ഈ രണ്ട് സ്ത്രീകള് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി. ശക്തമായ പീഡ തുടങ്ങി. അടിമവേല നിമിത്തം നെടുവീർപ്പിട്ടവരെ നിലവിളിച്ച് ഇവരെ പീഡിപ്പിച്ചു. കൂടിയ വിചാരകന്മാരെ മേലാക്കി, ഇഷ്ടികയുടെ എണ്ണം കൂട്ടി, വൈക്കോല് കൊടുക്കാതെയായി, ജീവനെ കൈമാക്കി. ഇതിന് നടുവിൽ ഇവര് ആകെ കരഞ്ഞു വിലപിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു. എന്തിനേറെ ദൈവം ഇവരുടെ കഷ്ടത കണ്ടു, ദൈവം ഇവരുടെ നിലവിളി കേട്ടു. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നിന്റെ കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ നെറ്റ് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ആരും നിന്റെ വേദനകളും കഷ്ടതകളും കാണാനും കേൾക്കാനും അറിയാനും ഇല്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഗലാത്യലേഖനത്തിൽ വായിക്കുന്ന ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. ഇന്ന് രാത്രി മനോദുഃഖത്തോടെ മനോവേദനയോടെ ഭാരത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതല് നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവരെ ഉദ്ധരിക്കുവാൻ ദൈവം തിരുവള്ളമുണ്ടായി. അപകമെല്ലാം വിസ്തരിക്കുന്നില്ല. ഇവരെ വിടുവിക്കുവാൻ ദൈവം ബാധകൾ അയക്കുക. പറവോന്റെ അടുക്കൽ
ഓരോ ബാധ കഴിച്ചിട്ട് പറവോന് മാനസാന്തരം വരുന്നില്ല. അവൻ ഹൃദയത്തെ കഠിനമാക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എത്ര വചനം കേട്ടിട്ടും എത്ര ഉപദേശം കേട്ടിട്ടും എത്ര കൂട്ടായ്മയ്ക്ക് വന്നിട്ടും പിന്നെ പിന്നെ ഹൃദയത്തെ കഠിനമാക്കുക. പുസ്തകത്തിലെ വാക്യം, നിങ്ങൾ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുതെന്ന. സ്തോത്രം. കഠിനമാക്കരുത്. അനുതാപ ഹൃദയത്തോട് അടുത്ത് ചെല്ലണം. 9 ബാധ വിട്ടിട്ട് മാനസാന്തരമില്ല, ഒരു രൂപാന്തരവുമില്ല. ഓരോ ബാധ വരുമ്പോഴും പുള്ളി ഒരു യോഗം വെക്കും. യോഗം കഴിയുമ്പോൾ ബാധ മാറും. പിന്നെ ശങ്കരൻ അപ്പൊ ദൈവം ഒരു വ്യവസ്ഥ വെച്ചു. ഇനി ഒരു ബാധ, സംഹാര ബാധയാണ്. ആക്ടിവിറ്റാതന്മാർ മാറ്റപ്പെടും. ഒരു വീട്ടിൽ ചില വല്യപ്പനായിരിക്കും ആ തലമുറയിലെ മൂത്തത്, അദ്ദേഹത്തിന്റെ മകനായിരിക്കും ആ തലമുറയിൽ മൂത്തത്, കൊച്ചുമോനായിരിക്കും അവിടെ. ചിലപ്പം 2, 3, 4 പേര് വീട്ടിൽ മരിച്ചു കാണും. ആദ്യജാതന്മാർ മാറ്റപ്പെടും. പക്ഷേ ആ പെടുമരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വ്യവസ്ഥ, ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിക്കണം. മാസത്തിന്റെ ആരംഭമായി 1-ാം തീയതി മാസത്തിന്റെ ആരംഭമായി നിങ്ങൾക്ക് ആയിരിക്കണം 10-ാം തീയതി ഒരാട്ടുകുട്ടിയെ തെരഞ്ഞെടുക്കണം. 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതും ആണുമായ ആട്ടുകുട്ടിയെ വേർതിരിച്ച് അതിനെ 14-ാം തീയതി സന്ധ്യാസമയത്ത് ഈ വേർതിരിക്കപ്പെട്ട ആടിനെ കണ്ടിച്ചതിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടികിടത്ത് കെട്ടെടുത്ത് കിണ്ണത്തിൽ മുക്കി കട്ടിളക്കാരണ്ടിൽ കുറുമ്പടി മേലെ പുരട്ടണം. നിങ്ങൾക്കറിയാം, കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ച് അരമുറക്കി കുഞ്ഞാന്റെ തീയ ചുട്ട് കൈപ്പുചീരയും പുളിപ്പില്ലാത്ത അപ്പവും കൂടെ കൂട്ടിപ്പിടിച്ച് ഇതിനെ പൂജിക്കണം. മനസ്സിലായോ? പുളിപ്പില്ലാത്ത അപ്പം, പുളിപ്പൊന്നും ഇതിനകത്ത് കാണരുത്. പരീക്ഷന്മാരുടെ പുളിച്ച മാവുണ്ടല്ലോ, ധ്രുവലേശം, അതിനകത്ത് പാടില്ല. പിന്നെ കൈപ്പുചീര, അത് കഷ്ടതയുടെ അനുഭവങ്ങളൊക്കെ ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. എപ്പോഴും സുഖകരമായൊരു ജീവിതമല്ല. കഷ്ടതയും പോരാട്ടവും പ്രതികൂലങ്ങളും ഒക്കെ ഈ ജീവിതത്തിലുണ്ട്. അപ്പൊ കയ്പില്ലാത്ത പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുചീരയും കൂടെ കൂട്ടിപ്പിടിച്ച് കുഞ്ഞാടിന് തീയിൽ ചുട്ട് ഇതിനെ കൂട്ടിപ്പിടിച്ച് പൂജിക്കണം. അന്ന് രാത്രി ചോരത്തളി ആചരിക്കണം. അങ്ങനെ ചോരത്തളി ആചരിച്ചിട്ട് ആരും വെളിയിൽ ഇറങ്ങരുത്. അന്ന് രാത്രി സംഹാരദൂതൻ വരിക. പ്രൈസ് ദി ലോർഡ്. ചോരത്തളി ആചരിക്കാത്ത മുഴുവൻ കുടുംബത്തിലും സംഹാരകൻ കയറും. ആദ്യജാതന്മാർ മാറ്റപ്പെടും. ദൈവത്തിന് മഹത്വം. എന്നാൽ മാസത്തിന്റെ ആരംഭമായി അനുഷ്ഠിച്ച് കൽപ്പന അനുസരിച്ച് 10-ാം തീയതി ഒരാട്ടുകുട്ടിയെ വേർതിരിക്കുന്ന കുടുംബം, 14-ാം തീയതി ആട്ടുകുട്ടിയെ ഖണ്ഡിക്കുന്ന കുടുംബം, അതിന്റെ രക്തമെടുത്ത് കട്ടളക്കാറ്റിൽ കുറുമണിമേൽ പുരട്ടുന്ന കുടുംബം, ആമേൻ, സംഹാരബാധയിൽ നിന്ന് രക്ഷപ്പെടും. ഈ കുഞ്ഞാടാരാ? നമുക്കറിയാം, യേശു ക്രിസ്തു ആകുന്ന കുഞ്ഞാട്. ഈ രക്തമേതാ? യേശുവിന്റെ പരിശുദ്ധ രക്തം. എന്തിനാ ഇത് തളിക്കുന്നത്? സംഹാരകൻ കയറാതിരിക്കാൻ. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? ഇത് പുണ്യാക രക്തം, സംസാരിക്കുന്ന രക്തം. യേശുവിന്റെ രക്തം പാപമില്ലാത്ത രക്തം, യാതൊരു ദോഷമില്ലാത്ത രക്തം. ഇത് നിർമ്മല രക്തം, നിന്റെ പാപങ്ങളെ മോചിക്കുന്ന രക്തം, രോഗത്തെ സൗഖ്യമാക്കുന്ന രക്തം. ഇന്ന് രാത്രി രക്തത്തിന്റെ ശക്തിയോടെ വ്യാപരിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കുഞ്ഞാറ്റിൻ രക്തത്തിൽ പൂർണ്ണ ശ്രേയം ഈ നിമിഷം പാദന്നിൽ ചോശുദ്ധി ആയോ നീ കുളിച്ചോ കുഞ്ഞാട്ടി ആത്മശുദ്ധി നൽകും